ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു ഇടമായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകത്തിനപ്പുറത്തേക്ക് BJPക്ക് വളരെയേറെ മുന്നേറാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാനയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയായിരുന്നു BJPയുടെ ലക്ഷ്യം. അതിലുപരി അടുത്ത നിയമസഭ എത്തുമ്പോഴേക്കും ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളാണ് BJP ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത്. 17 ലോക്സഭാ സീറ്റുകളാണ് തെലങ്കാനയിലുള്ളത്. BJPക്ക് നിലവിൽ 4 സീറ്റുകളാണുള്ളത്, കോൺഗ്രസിന് 3 സീറ്റുകളാണുള്ളത്. ബാക്കിയെല്ലാം BRSനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ BRS കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടുകയും കോൺഗ്രസ് അധികാരത്തിലേറുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് BJP വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു തെലങ്കാനയിൽ. അതിൻ്റെ പ്രധാന കാരണം ഈ BRS ഏതാണ്ട് തീർന്ന മട്ടാണ്. ആ പാർട്ടിയിലുള്ള ബഹുഭൂരിപക്ഷം അണികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുകയാണ്. BJPക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ മുൻതൂക്കം എന്ന് പറയുന്നത് BJPയുടെ മാത്രമല്ല, ഈ BRSൻ്റെ പ്രവർത്തകരും അണികളും കൂടി ചേർന്നപ്പോഴുള്ള ഒരു മുൻതൂക്കമാണ്. ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് തെലങ്കാനയിൽ നടക്കുന്നത്. കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ 17 സീറ്റുകൾ ഇതുവരെ നടന്ന സർവേകളിലൊക്കെ 7 മുതൽ 10 സീറ്റുകൾ വരെയൊക്കെ BJPക്ക് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ വരുന്ന ഒരു നിരീക്ഷണം, അതായത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു അവലോകനത്തിൽ അവർ പറയുന്നത് വലിയ മുന്നേറ്റം തെലങ്കാനയിൽ BJP നടത്തും. അതിനവരെ സഹായിക്കുന്നത് BRS എന്ന പാർട്ടിയാണ്. BRSന് ഏതായാലും കോൺഗ്രസും BJPയുമാണ് അതിൻ്റെ പ്രവർത്തക നേതാക്കളുമൊക്കെ പങ്കിട്ടെടുത്തെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അണികളെ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ BJP വിഴുങ്ങുകയാണ് തെലങ്കാനയിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.